ഞങ്ങൾ ഇന്ന് ജിഗർദണ്ഡ കുടിക്കാൻ വേണ്ടി വന്നാണ്. ഏട്ടനറിയോ, ഞാൻ ബാംഗ്ലൂർ വന്നിട്ടേ ആദ്യമായിട്ട് കുടിച്ച് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത സാധനം ഈ ജിഗർദണ്ഡയാണ്. അപ്പൊ അതാ നാല് വർഷം കഴിഞ്ഞില്ലേ, 5ാമത്തെ വർഷം ആവാൻ പോകുന്നു. അപ്പൊ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ജിഗർദണ്ഡ ട്രൈ ചെയ്യാൻ പോവാണ്. അന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാധനമായിരുന്നു. ഇനി ഒന്നുകൂടെ ഒന്ന് ഒരു സ്പെഷ്യൽ മാറ്റി പിടിച്ച് നോക്കാന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ റെഗുലർ ആണ് വാങ്ങിച്ചിരുന്നത്. ഇനി ഇത്തവണ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ അതിവിടെ ട്രൈ ചെയ്യാം. ദേവ് ഇവിടെ ഉണ്ട് സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ജിഗർദണ്ഡ എന്ന് പറഞ്ഞ സാധനം. ദേവ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. ദേവിന് ഓർമ്മയില്ല, കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴാണ് ദേവ് കഴിച്ചിട്ടുള്ളത്. ദേവ് ട്രൈ ചെയ്ത് നോക്ക്, ഏട്ടൻ കഴിച്ചു നോക്കും. ഇതല്ലേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ടേസ്റ്റ് ഉണ്ടോ? ദേവിന് ഇഷ്ടായി. അയ്യോ ദേവ് പോകുന്നു. ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് തോന്നും അടപ്പായസല്ലേ, അത് നല്ല തണുപ്പിച്ചെടുത്താൽ ഇങ്ങനെ അതുപോലെ ഈ സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റേറ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ചൂടത്ത് ഇങ്ങനെ ദാഹിച്ചു അല്ലെങ്കിൽ ഇരിക്കുമ്പോ ഇങ്ങനെ തണുത്ത സാധനം നല്ല ടേസ്റ്റ്. അടുത്തതായിട്ട് 5 രൂപയുണ്ട് കടി കിട്ടുന്ന കടകളിലേക്കാണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്നാക്സ് വരുന്നത്. ഉഴുന്നുവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, പിന്നെ അത് കായബജി, മസാല വട. ഇത് ഉണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട എഴുതിയിട്ടുണ്ടല്ലേ, അതുപോലെ. ഇത് ഇവിടുത്തെ പൊക്കവട. ഈ വട നോക്കി ഇത്ര കുഞ്ഞു വടയാണല്ലേ, നല്ല ടേസ്റ്റ് ആൻഡ് ക്രിസ്പിയാണ് ഈ വടയ്ക്ക്. അതുപോലെ തന്നെ പരിപ്പുവടയുണ്ട്. ഈ പരിപ്പുവട നമ്മുടെ നാട്ടിൽ പരിപ്പുവട പോലെയല്ല, ഇതില് കൂടുതലായിട്ട് മല്ലിച്ചപ്പാണ് ഉണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. ഇതിന്റെ കൂടെ തന്നെ കഴിക്കാൻ ഒരു ചട്നി തന്നിട്ടുണ്ട് കേട്ടോ. ചട്നി എനിക്ക് ഇഷ്ടമല്ല, അത് പുതിന ചട്നിയാണ്. ചൂടില്ലല്ലോ വട നല്ല ചൂടാ. ഇപ്പൊ ഉണ്ടാക്കി വെച്ച വടയാ, നല്ല ചൂടുണ്ട്. ചൂടില്ല. ഇതിൽ ചട്നിയോ ചമ്മന്തിയോ ഒന്നും കൂട്ടാതെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്.